നമ്മളിപ്പോൾ ചൂരൽമല ഭാഗത്താണ്. ബെയിലി പാലത്തിലൂടെ രാവിലെ 5:30 മുതൽ തന്നെ രക്ഷാപ്രവർത്തനത്തിനായിട്ടുള്ള ടീമിനെ ഓരോ തരം തിരിച്ച് കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. സർ, ഹൗ ഇസ് ദ പ്ലാൻ ഓഫ് കോസ്റ്റ് ഗാർഡ്? Ma'am, the plan is downstream. We will be going across the river. One team is already gone. Second team, this will go and they will search from this side. So both the team will be parallelly searching across the river. So probably bodies will be there. So we are taking the help of Tamil Nadu. So you'll be searching with the help of local people. Yeah, local people also are there. Police is there, forest is there, Coast Guard, fire and rescue, and some all other agencies are also deployed. Total 120 people will be going for this mission right now. So you'll be heading this mission? Yeah, sir. Ma'am, I'll be heading this mission. Okay, 120 people in your team. Yeah, ma'am. We have divided across the river banks. Across the river bank, we have to cover almost. So you'll be going inside the forest, or the forest people will cover the forest area? No, everyone will be going. Forest people will be leading, and we'll be going with them. How long will be the stretch? How many kilometers? And the stretch from here till the falls is 1.5 kilometers. So our plan is to scan this 1.5 kilometers before lunch. ഓക്കെ, താങ്ക് യു സർ. അതായത് ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ കോസ്റ്റ് ഗാർഡിന്റെ ടീം ലീഡാണ് ഈ ഒരു മുഴുവൻ സംഘത്തെയും 120 അംഗ സംഘമാണ് ചാലിയാർ പുഴയുടെ തീരത്തൂടെ, അതായത് ഇവിടെ നിന്ന് മുണ്ടക്കൈ ഭാഗത്തു നിന്ന് വരുന്ന പുഴയുടെ കരകൾ മുതൽ തെരഞ്ഞു തുടങ്ങും എന്നതാണ് വ്യക്തമാക്കിയത്. അവരിപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ്. തമിഴ്നാട് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ 21 പേര് ഈ സംഘത്തിലുണ്ട്. ഈ തമിഴ്നാട് ടീം എത്ര നിങ്ങൾ എപ്പോഴാണ് എത്തിയത്? ലാസ്റ്റ് 2 നാളുകൾക്ക് മുൻ. ഇന്നത്തെ തെരച്ചിൽ എങ്ങനെയാ? இன்னைக்கு ரிவர் சைடில் போத் ஆஃப் த ரிவர் சைடு வந்து நாங்கள் வந்து சர்ச்சிங் ஆப்ரேஷனில் இருக்க போகிறோம். இப்போ തമിഴ്നാട്ടിൽ നിന്നുള്ള ടീമും അവർ കഴിഞ്ഞ ദിവസം തന്നെ എത്തിയതാണ്. ഇന്ന് അവർക്ക് കൃത്യമായി കൊടുത്തിരിക്കുന്ന അസൈൻമെന്റ്, അതായത് ഓരോ സംഘത്തിനും കൃത്യമായി ജോലി വിഭജിച്ച് നൽകിയിരിക്കുകയാണ്. ഈ 120 അംഗ സംഘമാണ് ചാലിയാർ പുഴയുടെ തീരത്ത് തിരയാൻ പോകുന്നത്. അവരിതാ പുറപ്പെടുകയാണ്. ഗ്ലൗസുകളൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. അവിടങ്ങളിലൊക്കെ അഴുകിയ ശരീരഭാഗങ്ങളൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടേറിയ ഒരു ദൗത്യമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനാവശ്യമായ ഉപകരണങ്ങളൊക്കെ ഉണ്ട്. കാടിനുള്ളിലേക്കും ഇവർ തെരച്ചിൽ നടത്താൻ പോവുകയാണ്. അവർക്കൊപ്പം നമ്മളും നീങ്ങുകയാണ്. ചാലിയാർ പുഴയുടെ കരകൾ, അതോടൊപ്പം തന്നെ അതിന് ചേർന്നുള്ള കാടിന്റെ ഭാഗങ്ങൾ, അവിടെയൊക്കെ കയറിയുള്ള പരിശോധന നടത്തും. അതിൽ പ്രാദേശികമായുള്ള സഹായം കൂടി ലഭ്യമാക്കിക്കൊണ്ടായിരിക്കും അവർ ഈ തെരച്ചിൽ നടത്തുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ ഓരോരുത്തരുടെയും പേര് വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷമാണ് ബെയിലി പാലത്തിലൂടെ അവരെ കടത്തിവിടുന്നത്. ആദ്യം ഉച്ചയ്ക്ക് മുൻപ് തന്നെ 1.5 കിലോമീറ്റർ ഉള്ള ഒരു സ്ട്രെച്ച് അവർ പൂർത്തിയാക്കും. ഇതിനായി ഉള്ള സംഘം ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. 120 അംഗ സംഘമാണ്. ചാലിയാർ പുഴയിലേക്കുള്ള ഇവിടെ നിന്ന് കയറുന്ന ഭാഗം, അതായത് മൃതദേഹങ്ങൾ അടിയാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഭാഗത്ത് 1.5 കിലോമീറ്ററിൽ ഇപ്പോൾ പരിശോധന നടത്താൻ പോകുന്നത്. അതിനായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കാം. വീഡിയോ ജേർണലിസ്റ്റ് ബെഞ്ചിത് പി ഗോപാലിനൊപ്പം റിപ്പോർട്ടർ സുജയ പാർവതി ഇൻ റിപ്പോർട്ടർ.